ഒലക്കര മൂട് കൊട്ടുണ്ടോ പാട്ടുണ്ടോ പണ്ട് വീട് കോൺഗ്രസേ നിങ്ങൾ പിരിച്ചതല്ലേ ഞങ്ങൾ മാറുന്നല്ലേ ആ തെയ്യക്കെന്താരോ പണ്ട് വീട് കോൺഗ്രസേ നിങ്ങൾ പിരിച്ചതല്ലേ ഞങ്ങൾ മാറുന്നെന്ന് വിചാരിക്കല്ലേ ഓ തെയ്യക്കെന്താരോ. ഞങ്ങള് പുതിയ റാപ്പ് ഇറക്കിയിട്ടുണ്ട്. പോറ്റിയെ കേറ്റിയെ ഒക്കെ പൊക്കി നടന്നവരോട് ശ്രദ്ധിക്ക്. അതേ നാണയത്തിന്റെ മറുപടി ഞങ്ങൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ വേറൊരു പാട്ടുണ്ട്. അതേ പാട്ട് കൊട്ടുണ്ടോ ആ പാട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ പോമോനെ വിജയ അല്ല സതീശനല്ല പോമോനെ ദിനേശ രമേശനും സതീശനും പിണറായിശനും കഴിഞ്ഞു. അത് നിങ്ങളുടെ കൊട്ടിക്കലാശത്തിലെ മെയിൻ ട്രെൻഡ് പാട്ടായിരുന്നല്ലേ? ഞാൻ കേട്ടിരുന്നു. കോപ്പ് അതായത് അവർ അയ്യപ്പനെ വെച്ച് പാട്ടിറക്കി, നിങ്ങൾ തിരിച്ച് മൂത്തപ്പനെ വെച്ച് കൊടുത്തു. അത്രയല്ലേ ഉള്ളൂ. നമ്മൾക്ക് ചോദിക്കാനുള്ളത് അതല്ല. തെലങ്കാനയിൽ നിന്ന് വരെ വന്ന ആളുകൾ നിങ്ങളുടെ മുഖ്യമന്ത്രി ചീത്ത വിളിക്കുകയാണ്. അത് ഞങ്ങൾ തിരിച്ചു മറുപടി പറഞ്ഞിട്ടില്ലേ? ഡാഷ് മോനെ മെയ് ആകട്ടെ കാണിച്ചു തരാം അതിനുള്ള ഡാഷ് മോനെ. അത്രയ്ക്ക് വലിയ വെല്ലുവിളികളിലേക്ക് പോകണോ? ഞങ്ങൾ കോൺഫിഡൻസിലാണ്. ചോർന്നു പോയാൽ എന്ത് ചെയ്യും? ഒരു ചോർച്ചയില്ല. ഞങ്ങൾ ഫുൾ 100%. അതും ഔദ്യോഗിക ലെറ്റർപാഡിലൊക്കെ മോനെ ഒരു മുഖ്യമന്ത്രി അല്ല ഇങ്ങനെയൊക്കെ എഴുതാമോ? ഒരു മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണല്ലോ നിങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് ഈ സ്റ്റാൻഡേർഡ് നിൽക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ കേട്ടോ. ഡാഷ് മോനെ ലെറ്റർപാഡിലൊക്കെ ഇപ്പൊ ഇതാ എഴുതുന്നത്. ഇതെന്തോന്ന് ലെറ്റർ പാടം വെച്ചോണ്ടിരിക്കുന്നത്? അങ്ങനെ മാറ്റി എത്ര വിജയ വിളികളാണ് കേൾക്കുന്നത്. എടോ വിജയ, പോമോനെ വിജയ. എന്ത് പാടോ ഇത്? പിന്നെ അദ്ദേഹത്തിന്റെ പേര് വിജയൻ എന്നല്ലേ? അത് ഞങ്ങൾക്ക് അഭിമാനം. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ദേശീയ നേതാവിനെ കൊണ്ടുവന്ന് അവരെ തിരിച്ചടിക്കണം. ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന ദേശീയ നേതാക്കളില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു യെച്ചൂരിയ ദിവംഗതനായത്. അവർക്കാണെങ്കിൽ രാഹുൽ ഗാന്ധി ഉണ്ട്, BJP-കാർക്ക് മോദി ഉണ്ട്, ഞങ്ങൾക്ക് ആരുണ്ട്? നിങ്ങൾക്ക് പിണറായി ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിച്ചടിക്കണം. നിങ്ങൾ ഈ കൊണ്ടുവരുന്നവർക്കെല്ലാം ഒരൊറ്റ പിണറായി. അതെ മതി. കണ്ടില്ലേ കടല് പോലെ കോഴിക്കോട് ഇളകി വന്നത്? നിങ്ങൾ കോഴിക്കോട് നിങ്ങൾ കണ്ടില്ലേ മാനവരെ? ഞങ്ങൾ പിണറായി വന്നപ്പോ കൂട് പോലെ ഒഴുകി വന്നത് അതാണ്. ഞങ്ങക്ക് കാശ് കൊടുത്ത ആളെ ഇറക്കിയായിരുന്നു. അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് പക്ഷേ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്ന് മുഖ്യമന്ത്രിക്ക് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്താണെന്നറിയാമോ? ഊച്ചാളി കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രാഷ്ട്രീയം പറയുക, അല്ലാതെ ഈ തെലങ്കാനയിൽ നിന്ന് കൊണ്ടുവന്ന രേവന്ത് റെഡ്ഡിയെ കൊണ്ട് പിണറായി വിജയനെ നിങ്ങൾ ചീത്ത വിളിപ്പിച്ചത് ശരിയായില്ല. കാരണം നീ പോമോനെ ദിനേശ എന്നൊക്കെ പറയുന്ന മോഹൻലാലിന്റെ ഡയലോഗ് അല്ലെ? പോമോനെ ദിനേശ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇത് പോമോനെ വിജയ എന്നൊക്കെ, അതും ഔദ്യോഗിക ലെറ്റർപാഡിലൊക്കെ എഴുതിച്ച് കത്തയക്കുന്നതും പിന്നീട് വിളിച്ചു പോകുന്നതും മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിവരം അത്രയുള്ളൂ. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലേടെ? ഒരു മുഖ്യമന്ത്രിയെ മറ്റൊരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ അഭിസംബോധന ചെയ്യുന്നത്? നാഷണലിൽ പോകുമ്പോ ഇന്ത്യ മുന്നണിയല്ലേ? അതെ, നിങ്ങൾക്ക് ഇന്ത്യ സോറി ആ മുന്നണിയല്ലേ? ആ മുന്നണിയല്ലേ നിങ്ങൾ ആലോചിക്കണ്ടേ? അതെ, കേരളത്തിൽ വരുമ്പോൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണേണ്ടവരല്ലേ? പക്ഷെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ കൃത്യമായ വാക്കുകളാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ കാര്യമൊന്നുമല്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ, ഞങ്ങള് പറയും, ഞങ്ങള് വിമർശിക്കും. പക്ഷെ പുറത്തുനിന്ന് ഒരുത്തം വന്ന് കേട്ടോ, അമ്മാതിരി വർത്താനങ്ങൾ വേണ്ട കേട്ടോ ഇവിടെ. അത് ഭയങ്കര മോശമായി പോയി. നിങ്ങൾ മറ്റേ ഈ പറയുന്ന VD സതീശനും ഒക്കെ അതിനെ എതിർക്കേണ്ടതായിരുന്നു. അതെ, രേവന്ത് റെഡ്ഡി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ പറയേണ്ടതായിരുന്നു കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമായിരുന്നു. കാരണം നമ്മൾ വിമർശിച്ചത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെ അല്ല, രേവന്ത് റെഡ്ഡി വിമർശിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയോട് ആ വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ് തിരിച്ച് അതേ നാണയത്തിൽ തന്നെ മുഖ്യമന്ത്രി മറുപടി കൊടുത്തത്. അത് ഈക്വലി ഇനി അതിനകത്ത് ഒരു വർത്താനം വേണ്ട. പക്ഷേ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ഇളകി ഇറങ്ങിയിട്ട് മറ്റേ അൺപാർലമെന്ററി വാക്കുകൾ പിണറായി പറഞ്ഞു എന്നുള്ള മോങ്കലും കരച്ചിലും ഒക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ആ ഡാഷ് മോനെ അങ്ങ് പൂരിപ്പിച്ച് പിണറായി പറഞ്ഞേനെ എന്നായിരുന്നു നുണേശൻ അല്ലെ സതീശൻ പറഞ്ഞത്. ഇതേ സതീശനോട് എനിക്ക് 2 വാക്ക് ചോദിക്കാനുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നിങ്ങളുടെ പാലക്കാട് MLA, നിങ്ങൾ പുറത്താക്കിയ പാലക്കാട് MLA
ഈ പറയുന്ന കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പത്മജ വേണുഗോപാൽ പൊളിറ്റിക്കലി തന്തയില്ലാത്തവൾ എന്നറിയപ്പെടുമെന്ന്. അതായത് തന്തയ്ക്കാണ് വിളിച്ചത്, പൊളിറ്റിക്കലി ആണേലും അല്ലേലും. അപ്പോ അതായത് കരുണാകരനെയാണ് വിളിച്ചത്, നിങ്ങൾ ഓർക്കണം. അന്ന് നിങ്ങളുടെ കുരു പൊട്ടിയില്ലല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ല? അതും പോട്ടെ. സുധാകരൻ സുധാകരൻ ഒരു വേദിയിൽ വെച്ച് ഇതേ VD സതീശനെ മറ്റേ തൈരേ എന്നൊരു വാക്ക് പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാക്കൾ പ്രതികരിച്ചായിരുന്നു ഇത് ഈ കൂട്ടരൊക്കെയാണോ അൺപാർലമെന്ററി വാക്കുകൾ പിണറായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു? ഞാൻ എതിർക്കേണ്ടതിനെയൊക്കെ ഞാൻ എതിർക്കും. കാരണം എന്റെ നാടിനെയും എന്റെ മുഖ്യമന്ത്രിയെയും ഞാൻ പറയും, പക്ഷെ പുറത്തുനിന്ന് ഒരുത്തം വന്നെന്ന് പറയേണ്ട കാര്യമില്ല. കേട്ടോ. അതുകൊണ്ട് രേവന്ത് റെഡ്ഡി ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ തെലങ്കാനയിൽ പോയി കാണിക്കുന്നതായിരിക്കും നല്ലത്. കൈയടി കിട്ടുമെന്നാണ് കരുതുന്നതെങ്കിൽ കമ്മികൾ പൂച്ചാണ്ടികൾ കൊണ്ട് നാരങ്ങ മാലയും നിങ്ങൾക്ക് തരുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി. നിങ്ങൾക്ക് ചെരുപ്പേറും മുണ്ടുപൊക്കലും മാത്രമേ ഇവിടെ നിന്ന് കിട്ടത്തുള്ളൂ. ഇവർക്ക് അത് മാത്രമേ അറിയാവൂ. അത് തന്നെ ഈ ഇടയായിട്ട് ഇവരെല്ലാവരും അണ്ടർവെയർ ഇടുന്നുണ്ട്. കാരണം എപ്പോഴാ പൊക്കണ്ടേന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഇത്രയും വെല്ലുവിളി ഞാൻ നടത്തിയത് കാരണം രേവന്ത് റെഡ്ഡി കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി വേറെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ തന്നെ വികസനത്തിനെ കുറിച്ചൊക്കെ മറ്റേ രേവന്ത് റെഡ്ഡി ഇവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. സംസ്ഥാനം എന്റെ കേരളം ഞങ്ങളുടെ സംസ്ഥാനം മുന്നിലാണ് കേട്ടോ. അതെ, എല്ലാത്തിലും ഞങ്ങൾ തന്നെയാണ് മുന്നിൽ കേട്ടോ. എന്നിട്ട് മാത്രം ഉള്ളത് കൊണ്ടല്ല കേരളം ഇങ്ങനെ മുന്നിലായത് കേട്ടോ. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അതിന്റെ ഇടയിൽ കൂടെ 10 വർഷത്തിനിടയില് വികസിച്ചു കേട്ടോ. 10 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് വികസനം. നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ കണക്കാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാണ് ഞങ്ങളുടെ പിണറായി മോദിയെ വിമർശിക്കുന്നില്ല എന്ന്. റെഡ്ഡി പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. എന്തോ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന BJP സർക്കാർ നടപടികൾക്ക് ഭരണഘടന 131, 132 അനുച്ഛേദങ്ങൾ പ്രകാരം സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്നത് ഏത് സംസ്ഥാനം? കേരളമാണ് പോരാട്ടം നടത്തുന്നത്. പാർട്ടി ക്ലാസ്സിൽ നല്ല ക്ലാസ് കിട്ടിയല്ലേ? പക്ഷേ ഇവിടെ വന്നു നിന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ CM-ന്റെ ഓഫീസിൽ നിന്നാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത് എന്ന് മോദി വന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു 2 അക്ഷരം തിരിച്ചു പറഞ്ഞത്? ഒരേ വേദിയിൽ ഇരുന്നു കൊണ്ടായിരുന്നു വിമർശിച്ചത്. വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടുകൾ ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ PM-ശ്രീയിൽ പാലം ഇടാൻ പോയത് ആരായിരുന്നു? അത് പിന്നെ ഞങ്ങൾ ദൂരെ അറിഞ്ഞല്ലോ. ഞങ്ങൾ ദൂരെ അറിഞ്ഞല്ലോ. എപ്പോൾ നിങ്ങൾ ദൂരെ അറിഞ്ഞു? CPI കട്ടയ്ക്ക് നിന്നപ്പോൾ, വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ. അതുവരെ എങ്ങനെയായിരുന്നു? ശിവൻകുട്ടിക്കല്ല പിണറായി, അതിനിടയിൽ അങ്ങ് ശിവൻകുട്ടിയെ പിടിച്ചിടാതെ ചാവേറാക്കാതെ. രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു മുഖ്യമന്ത്രിയാണ്, റെസ്പെക്ട് അർഹിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ മുഖ്യനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഞങ്ങളുടെ മുഖ്യനെ പറഞ്ഞപ്പോൾ ഇവിടെ ആർക്കും ഒരു ദണ്ണോ ഇല്ലല്ലോ. മറിച്ച് ഞാൻ ദണ്ഡിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഞങ്ങളുടെ മുഖ്യത്തിന് ഡേഷ് മോനെ എന്ന് പറഞ്ഞപ്പോ എല്ലാം കൂടി കൂടോടെ ഇളകുന്നുണ്ടല്ലോ. ഡാഷിന്റെ അവിടെ എന്തോ വരുന്നത്? ഡാഷിന്റെ അവിടെ ഇലക്ഷൻ നാളെ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് മറക്കണ്ട. പോളിംഗ് ബൂത്തിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ അധികാരം നാളെ നിങ്ങളാണ് രാജാക്കൾ കേട്ടോ. നിങ്ങളാണ് രാജാക്കന്മാർ. ഇവരെല്ലാം അടിമകൾ. ഇവരെല്ലാം നിങ്ങളുടെ കാൽച്ചുവട്ടില്ല നാളെ. മറക്കല്ലേ, 3 ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്നിരിക്കും, പിന്നെ ഇങ്ങനെ ഒന്നിരിക്കും. 3 ചിഹ്നം പറഞ്ഞു കൊടുക്കണം. തെറ്റിദ്ധരിക്കും കേട്ടോ ആൾക്കാരെ. ഞാൻ ഉദ്ദേശിച്ച അരിവാൾ ചുറ്റിക അക്ഷരം മറക്കല്ലേട്ടോ. ഇതായ കുഴപ്പമുണ്ടോ? അതായ ഇത്തിരി കുഴപ്പമുണ്ട്, അങ്ങനെ മാറ്റി. പിന്നെ ഇതും വേണ്ട കേട്ടോ. ഇതും പിന്നെ വേറെ ഉണ്ടല്ലോ ചക്കയോ മാങ്ങ. ചക്കയൊക്കെ ആരും നോക്കാൻ പോലും പോണില്ല. ശരി, അഖിൽമാരാർ പറയുന്നു വിദ്യാഭ്യാസ മന്ത്രിയാകാൻ തയ്യാറാണെന്ന്. എന്റെ ദൈവമേ, വല്ലേ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ കേട്ടു. ഓരോ സ്റ്റേറ്റ്മെന്റിലും ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ള അവൻ വിദ്യാഭ്യാസ മന്ത്രി. അടുത്ത റോബിൻ, ഞാൻ മുഖ്യമന്ത്രി. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നമുക്ക് ഈ ഇലക്ഷൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ചിരിക്കാൻ കുറെ വകയുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടല്ലോ. എല്ലാ കാലത്തും ഇല്ല. ഇത്രയും കാലം വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഇലക്ഷൻ കോമാളി പരിപാടിയാക്കി കളഞ്ഞില്ല ഇവരെല്ലാരും കൂടി. ഈ 2020 സ്ഥാനാർത്ഥികൾ എല്ലാരും കൂടി ബിഗ് ബോസിൽ പങ്കെടുത്തവരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. അടുത്ത തവണ തനിക്കും കേട്ടോ. ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല. അല്ല,
തനിക്ക് താനും ഫേമസ് ആണല്ലോ, തനിക്ക് നിൽക്കാം കേട്ടോ. പാർട്ടിയോട് വേണേ ഒന്ന് പറ. വേണം, എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്രത്തോളം അപമാനിച്ച രേവന്ത് റെഡ്ഡിക്കെതിരെ 2 വാക്ക് പറയാൻ പാർട്ടി സെക്രട്ടറി എവിടെയോ? പുറത്ത് ഇറങ്ങില്ലല്ലോ, പുറത്തില്ലല്ലോ, അകത്ത് പോയല്ലോ. നടന്നപ്പോ പോലും കാണാനില്ല. ഭാര്യയുടെ പരിപാടിക്ക് ഭർത്താവ് എന്തേ വരാഞ്ഞത്? അത് അകത്താണല്ലോ, പിന്നെ പുറത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതുവരെ അകത്തായതിനെ പുറത്താക്കിയില്ലേ നിങ്ങൾ? നാളെ പുറത്ത് വരുമല്ലോ, നാളെ വോട്ട് ചെയ്യാൻ വരുമല്ലോ, അപ്പൊ കണ്ടാ മതി കേട്ടോ. നിങ്ങൾ നാളെ വരുമോ? നാളെ വരും. പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയേക്കരുതെന്നാണ് നിർദ്ദേശം. വോട്ട് ചെയ്ത് ആ വഴിക്ക് പൊക്കോണോന്ന്. ഭാര്യ ശ്യാമള വരെ പറഞ്ഞു, അണ്ണാ നിങ്ങൾ വീട്ടിൽ പോയിരിക്കണെന്ന്. ഒരക്ഷരം മിണ്ടല്ലേ വാ തുറന്ന്, എന്റെ ഉള്ള വോട്ട് പോവെന്ന്. ആയിക്കോട്ടെ, നാളെ ഇതിനുള്ള മറുപടി ഞാൻ തരാം. അണ്ണാക്കിൽ എന്തായാലും ഉരുക്കി ഒഴിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ വാ തുറന്നു പോകും. നാളെ ഒരു ദിവസം കഴിഞ്ഞോട്ട് ഇതിനുള്ള മറുപടി ഞാൻ കാണിച്ചു തരാം. നാളെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ മറ്റേ ചളവാക്കുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് പൂമര സ്വരാജിനെ കൊണ്ടുവന്നത്. അതൊരു പൂമര പണ്ട്. അതല്ലേ നല്ല അക്ഷരസ്ഫുടതയോടെ മണ്ടത്തരം പറയുന്ന. നോക്കൂ, ഞങ്ങളുടെ നേതാക്കളെല്ലാം നിങ്ങൾക്ക് മണ്ടത്തരം പറയുന്നവരല്ലേ? ആ ഷാഫി പറമ്പിലൊക്കെ നിങ്ങളുടെ ഹീറോ. ആര് പറഞ്ഞു ഷാഫി പറമ്പിലൊക്കെ? ആരുടെ ഹീറോ? ഞങ്ങളുടെ ഹീറോ ഒന്നുമല്ല. ആ കോഴി രാഹുലായിരിക്കും നിങ്ങളുടെ ഹീറോ. ആർക്ക് വേണം? അപ്പൊ പിന്നെ ആരാ നിങ്ങളുടെ ഹീറോ? പറ, ആരാ നിങ്ങളുടെ ഹീറോ? ഞങ്ങളുടെ ഹീറോ നക്ഷത്രം. മനസ്സിലായി. അപ്പൊ അദ്ദേഹം ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ്. അദ്ദേഹം ഇല്ലാത്തന്നല്ല, അദ്ദേഹം ഉണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇനി അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും കേട്ടോ. ഓ ശരിയായി. ആലപ്പുഴയിൽ നിങ്ങൾക്ക് അടിപതറുമോ ഇല്ലയോ എന്നാണ് കാണേണ്ടത്. കാരണം സുധാകരൻ കുറെ ബോംബുകൾ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. സുധാകരൻ കഴിഞ്ഞ ദിവസം സുധാകരൻ നിങ്ങളെ പേടിച്ച് ഹൈക്കോടതി വരെ പോയല്ലോടോ. ഞങ്ങളെ പേടിക്കണം. പാർട്ടിക്കാർ എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നവരെ തടയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കേരളത്തിലെ പോലീസിൽ എനിക്ക് വിശ്വാസമില്ല, കേന്ദ്രസേനയെ ഇറക്കണം. ഹൈക്കോടതി നിങ്ങളല്ലേ ആൾക്കാർ. 51 വെട്ടിന്റെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഞങ്ങൾ അക്രമം ഇപ്പൊ ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അയ്യോ, കലാപമില്ലാത്ത 10 വർഷം നിങ്ങൾക്ക് തന്നില്ലേ? സുഹൃത്തുക്കളെ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാമോ? കലാപമില്ലാത്ത 10 വർഷം. ഞങ്ങൾ പ്രതിപക്ഷത്തായി കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഉണ്ടാകും. ആ പേടിയില് നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ച് അധികാരത്തിൽ പറയാൻ നിങ്ങൾ മുഖ്യമന്ത്രിയോട് പറയാമോ? കലാപമില്ലാത്ത 10 വർഷം ഞങ്ങൾക്ക് നിങ്ങൾ സമ്മാനമായി തന്നില്ലേ? UDF തരാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലീഗാണ് ഭരിക്കുന്നത് അല്ലേ? UDF വന്നാലേ എന്നല്ലേ നിങ്ങൾ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാറാട് കലാപങ്ങൾ ആവർത്തിക്കും, ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കും. അത് ഇതൊക്കെ BJP പറയണല്ലേ? നിങ്ങളാ പറയുന്നത്. നിങ്ങളുടെ AK ബാലനാ പറഞ്ഞത്. ആണോ? എന്നാ പിന്നെ ഞങ്ങൾ തന്നെ ചെക്ക്. എന്തൊക്കെ അറിയണം, കളഞ്ഞിട്ടിരിക്കുകയാണ്. നാളെ വോട്ട് ചെയ്യാൻ പോണില്ലേ? ചെയ്യുന്നുണ്ട്. തന്റെ നെഞ്ചത്തോട്ട്. എന്റെ നെഞ്ചത്തോട്ട് വോട്ട് വേണ്ട കേട്ടോ. അച്ഛനെ ഒഫീഷ്യലി ഇന്നും കൂടി ഞങ്ങളുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളില്ലേ? അത് കഴിഞ്ഞ് വേറെ ഞങ്ങളുടെ വേറെ സർക്കാരാണല്ലോ. അതായത് ഞങ്ങളുടെ വേറെ സർക്കാർ. ഞങ്ങളുടെ വേറെ സർക്കാർ, വേറെ മന്ത്രിമാര് തീരുമാനിക്കണമല്ലോ. അതെ, നാട്ടുകാർ എഴുതിക്കോളും. ഞങ്ങൾ നിങ്ങളുടെ കയ്യിലിരിപ്പിനനുസരിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടണോ വേണ്ടയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നിങ്ങൾ നാളെ പോളിംഗ് ഉറക്കമില്ലെന്നാണല്ലോ കേൾക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ? ഞങ്ങൾ അധികാരം പോയാൽ തീർന്നില്ലേ? കാരണം എന്താണെന്നറിയാമോ? ഞാൻ പറയട്ടെ കഴിഞ്ഞ 10 വർഷമായിട്ട് മതിച്ച് പുളക്കിയല്ലേ. കുമ്മിയടി, കാശിന് കാശ്, ധാർഷ്ട്യം, അഹങ്കാരം, 40 വണ്ടി പോലീസ്, എന്താടാ പോടാന്നുള്ള തിരിച്ചുവിളി. ഈ ഭരണമില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളും? ഭരണം എവിടെ പോടും? ഞങ്ങളുടെ വീണ്ടും വന്നിരിക്കും. അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? എക്സ്ക്യൂസ് മീ, ഞങ്ങളുടെ UDF-കാരാണ്. ചിന്തിക്കൂ, UDF-കാരാണ് അഥവാ അധികാരത്തിൽ വരുന്നതെങ്കിൽ നിങ്ങളുടെ കുറെ കേസുകൾ കുത്തിപ്പൊക്കും. ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും. രാഷ്ട്രീയ വേട്ടയാടൽ പറഞ്ഞ് ഞങ്ങൾ 10 വർഷം അവരെ മറ്റേ പൊരിച്ചതാണല്ലോ. അപ്പൊ അവരത് മറക്കത്തില്ല. UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? തന്നെയല്ല ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ അധികാരത്തിൽ, നിങ്ങളെ പ്രതിപക്ഷത്തിരുന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ 10 വർഷമായിട്ട്. അപ്പൊ നിങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളൊരു വല്ലാത്ത പൂതിയാണല്ലോ. ആ പൂതി ഇരുന്നാ മതി കേട്ടോ. ആ പൂതി വെച്ചോണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതി. ഞങ്ങൾ തന്നെ 3ാമത് വരും. 3.0 ഉറപ്പ്. അടി ഉറച്ച ഉറപ്പ്. ഞങ്ങൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ചെയ്യണത് പോലെ 5000 രൂപ കൊടുത്ത് ഓട്ടൊന്നും വാങ്ങിക്കില്ല കേട്ടോ. പാലക്കാട് നിങ്ങൾ കാണുന്നില്ലേ? പാലക്കാട് നിങ്ങൾ കാണുന്നില്ലേ മോയവരെ? 5000 രൂപ ഓട്ട് പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നു.
എന്റെ ദൈവമേ എന്തൊക്കെ കാണണം. പാർട്ടി ഗ്രാമങ്ങളിലെ കള്ളവോട്ടുകളെ കുറിച്ച് നമുക്ക് കുറച്ച് വർത്തമാനങ്ങളായാലോ? ജനാധിപത്യ ചത്തവര് വരെ കുഴിയിൽ എഴുന്നേറ്റ് വന്നാ വോട്ട് ചെയ്യുന്നത്. പണ്ടവിടെ വീടവിടെ പണ്ടവിടെ കോൺഗ്രസ് സഖാക്കളാണ്. അയ്യോ പാട്ട് പാടുന്നു. പാട്ടൊക്കെ സത്യത്തിലുള്ള പാട്ടൊക്കെ വരുന്നുണ്ട്. കണ്ടറിയണം ഇനി ആര് വരുമെന്ന് കേട്ടോ. എനിക്കറിയാൻ പാടില്ല. എന്തായാലും നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഒലക്കട മൂടും. ഒലക്കര